ഗൈസ് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. തെങ്ങോടിലേക്കാണ് ഒരു ട്രിപ്പ് വന്നേക്കണത്. തെങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയാണെന്നറിയില്ല. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. ആദ്യം കസ്റ്റമർ എവിടെ നിൽക്കണേ നോക്കട്ടെ, അല്ലെങ്കിൽ സീനായി പോകും. തെങ്ങോട് നല്ല പരിചയമുള്ള സ്ഥലമുണ്ട്. അശ്യോ മറന്നു. എവിടെ? കാക്കനാട് സൈഡാണോ ഇപ്പുറത്തെ സൈഡാണോ? ആലുവ ശിവരാത്രിയിലെ ആ സ്ഥലം ഇവിടെയാണ്. ആ സ്ഥലത്തോട്ടാണ് ഞാൻ കയറിയേക്കണേടാ. ഇവിടെ നിന്ന് തന്നെയാണല്ലോ ട്രിപ്പ് വന്നേക്കണത്. ഇതാണ് ശിവരാത്രി നടക്കുന്ന സ്ഥലോട്ടാ. ഓ നൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പോയി ഞാൻ മഹോത്സവം നടക്കണതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഇപ്പം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റുമോ? ഫയർ സ്റ്റേഷൻ എന്നൊക്കെ ഇതുണ്ടല്ലോ. ഐ ഡോണ്ട് നോ. ലൊക്കേഷൻ ഇത് തന്നെ കാണിച്ചേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാർ ഓടിച്ച് റെഡ് കാർപ്പറ്റിലേക്കാണ് ഓടിച്ചിരിക്കണം. ഇടി കിട്ടോ? അറൈവ്ഡ് വെസ്റ്റ്. ഒരു വണ്ടികളുമില്ല. ഞാൻ റെഡ് കാർപ്പറ്റിൽ കിടന്ന് കറങ്ങണേണ്ടോ. കസ്റ്റമറേയും കാണാനില്ല. ട്രാപ്പ് കോൾ ചെയ്തിട്ട് എടുക്കാനുള്ള കസ്റ്റമർ. അറൈവ്ഡ് ആയിട്ടുണ്ട്. നോക്കാം. എൻ്റെ പൊന്നെ, ഞാൻ നിൽക്കണ സ്ഥലം നോക്കിയ ഗൈസ്. കസ്റ്റമർ ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കണത്. കസ്റ്റമർ ലൊക്കേഷനാണ് ഇവിടെ. കസ്റ്റമർ കമോൺ. റെഡ് കാർപ്പറ്റിൽ കിടന്ന് കറങ്ങണേണ്ടോ. കസ്റ്റമർ തെങ്ങോട് പോവാൻ വേറെ സ്ഥലത്ത് എവിടെയാണ് നിന്നേച്ചത്. ഞാൻ റെഡ് കാർപ്പറ്റിൽ കൂടിയിട്ടൊക്കെ ഇറക്കി. ആൾക്കാരൊക്കെ എന്നെ നോക്കണത്. ഇവനാരാണ് തലയിൽ ക്യാമറയും വെച്ചോട്ട് റെഡ് കാർപ്പറ്റിൽ കൂടി വരാൻ. ആ മൂട്. കസ്റ്റമർ ഈ ഫ്ലാറ്റിൻ്റെ എവിടെയാണ് നിൽക്കണത്. ഞാനൊന്ന് കറങ്ങി. അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടി ഇട്ടു. സെറ്റായത്. കസ്റ്റമർ പുറത്തേക്കുണ്ട് ഗൈസ്. ഞാൻ അവരെ കൊണ്ടാക്കട്ടെ കേട്ടോ. ഗൈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 പേരായിരുന്നു കേട്ടാ. അപ്പനും അമ്മയും മോളും ഡോക്ടർ ഫാമിലിയിലായിരുന്നു കേട്ടാ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കസ്റ്റമർ എന്താ പറയാ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി പെട്ടെന്ന്. അയ്യോ ഏറ്റത്തിലാണ് മോനെ.